വായനക്കൂട്ടം. ഇന്ന് വായനക്കൂട്ടം പരിപാടിയിൽ ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഷാജി വലിയാട്ടിൽ സംസാരിക്കുന്നു. നമസ്കാരം. റേഡിയോ CU വായനക്കൂട്ടത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്ന ദിനമാണല്ലോ. യുനെസ്കോ ആണ് ഈ ഒരു ദിനത്തിന് ആഗോളതലത്തിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പുസ്തകങ്ങളുടെയും പുസ്തകം വഴി പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു സംസ്കാരത്തെയും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ പ്രശസ്തനായിരിക്കുന്ന ചില എഴുത്തുകാരുടെ ചരമദിനവുമായി ബന്ധപ്പെടുത്തിയാണ് യുനെസ്കോ ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നത്. ദ പവർ ഓഫ് ബുക്സ്, എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ന്യൂ ജനറേഷൻ ആൻഡ് ക്രോസ് കൾച്ചർ എന്നതാണ് പുസ്തക ദിനത്തിന്റെ സന്ദേശമായി യുനെസ്കോ നൽകുന്നത്. വായനയോ ലൈബ്രറിയോ ബന്ധപ്പെട്ട് നടക്കുന്ന ഏത് ചർച്ചകളിലും നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ന് വായനയുണ്ടോ? ഇന്ന് പുതിയ തലമുറയ്ക്ക് പുസ്തകങ്ങളോട് താല്പര്യമുണ്ടോ? എത്ര പേർ നമുക്ക് പുസ്തകം വായിക്കുന്നതായ തലമുറയായിട്ട് കാണാൻ കഴിവുണ്ടാകുന്ന തികച്ചും നെഗറ്റീവായ ഒരു ചോദ്യത്തിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ പുസ്തക ചർച്ച, വായന ചർച്ച പലപ്പോഴും കണ്ടുവരുന്നത്. ഇത് നാടകത്തിലും കണ്ടിട്ടുണ്ട്. നാടകമുണ്ടോ, നാടകം നിലനിൽക്കുന്നുണ്ടോ, ആരെങ്കിലും നാടകം ചെയ്യാൻ വരുന്നുണ്ടോ തുടങ്ങിയ 1-2 മേഖലകളെ ഇങ്ങനെ വളരെ നെഗറ്റീവായിട്ടാണ് എന്തുകൊണ്ടോ നമ്മുടെ പബ്ലിക് സമൂഹം കാണുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അടുത്ത കാലത്ത് മാതൃഭൂമി വാരികയിൽ ഏറ്റവും ശ്രദ്ധേയമായ കോളം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് രാംമോഹൻ പാലിയത്ത്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വെബിനിവേശം, ഓരോ ആഴ്ചയിലും ഡിജിറ്റൽ മീഡിയയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ റിവ്യൂ ചെയ്തുകൊണ്ട് അദ്ദേഹം ധാരാളം എഴുത്തുകളുണ്ട്. വായനക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ആ കോളത്തിൽ അദ്ദേഹം എഴുതി, ഫിലിമുള്ള ക്യാമറ മരിച്ചു, കാൽക്കുലേറ്റർ മരിച്ചു, പെൻ ടോർച്ച് മരിച്ചു, ലാൻഡ് ഫോൺ മരിച്ചു, പുസ്തകം മാത്രം മരിച്ചില്ല. ഫ്ലോപ്പി ഡിസ്കുകൾ മരിച്ചു, ഗിയറുള്ള സ്കൂട്ടർ മരിച്ചു, CD റോം മരിച്ചു, ടൈം പീസ് മരിച്ചു, പുസ്തകം മാത്രം മരിച്ചില്ല. ടേപ്പ് റെക്കോർഡർ മരിച്ചു, MP3 പ്ലെയർ മരിച്ചു, ആട്ടുകല്ല് മരിച്ചു, കത്തെഴുത്ത് മരിച്ചു, പുസ്തകം മാത്രം മരിച്ചില്ല. പുസ്തകം എന്നതിൻ്റെ ഒരു ഫോം അച്ചടി ആരംഭിച്ച കാലം മുതൽ ഇങ്ങോട്ടുണ്ടാകുന്ന 3-4 നൂറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇത്രയേറെ കാലം നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്ന മറ്റൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു വസ്തു നമുക്കുണ്ടോ എന്നുള്ളത് സംശയമാണ്. 1452 ഗുട്ടൻബർഗ് ഈ അച്ചടിയുടെ കണ്ടുപിടുത്തം നടത്തുന്നത്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി അച്ചടിച്ച പുസ്തകം എന്നത് ഒരു ബുദ്ധിസ്റ്റ് ഗ്രന്ഥമായ ഡയമണ്ട് സൂത്ര എന്ന ബ്ലോക്ക് പ്രിന്റിങ്ങിലാണ് അത് ചെയ്തത് എന്നുള്ളത്. എങ്കിലും ലോകത്തൊരു വായനാ സംസ്കാരവും ലോകത്ത് ഒരു അച്ചടി സംസ്കാരവും രൂപപ്പെടുത്തിയെടുക്കുന്നതിന് ഗുട്ടൻബർഗിന്റെ അച്ചടിയാണ് നമുക്ക് പരിഗണിക്കാൻ കഴിയുക. അത് ലോകം മുഴുവൻ ഒരു വലിയൊരു വായനാ സമൂഹം ഉണ്ടാക്കി, സാംസ്കാരികമായിട്ടുണ്ടായിരിക്കുന്ന ഒരുപാട് അഭിവൃദ്ധികൾ പല ജനതയ്ക്കിടയിൽ ഉണ്ടാക്കി, വിമോചനത്തിന്റെ സ്വപ്നങ്ങൾ പല 3ാം ലോക രാജ്യങ്ങൾക്കുണ്ടാക്കി, അടിച്ചമർപ്പെടുത്തപ്പെട്ട ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയവും വളർത്തിയെടുക്കാൻ പുസ്തകങ്ങൾക്ക് കഴിഞ്ഞു. ഇങ്ങനെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നാനാവിധമായിരിക്കുന്ന ഗുണങ്ങൾ മാത്രം പറയാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റ് തന്നെയാണ് പുസ്തകം. അതുകൊണ്ട് പുസ്തക ചർച്ചയെക്കുറിച്ചുണ്ടായിരിക്കുന്ന, പുസ്തകത്തിന് നിലനിൽപ്പുണ്ടോ, പ്രത്യേകിച്ച് ഡിജിറ്റൽ മീഡിയയുടെ ആവിർഭാവ കാലം മുതൽ 1995 ശേഷം ലോകത്ത് നടന്ന ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തകനായ ഉംബർട്ടോ എക്കോ അഭിപ്രായപ്പെട്ടത്, വീൽ, ചക്രം അല്ലെങ്കിൽ സ്പൂൺ, ബുക്ക്, സിസർ എന്നീ വസ്തുക്കളെ പോലെ പുസ്തകങ്ങളും ഒരിക്കലും എന്തു ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കാൻ കഴിയില്ല. ഒരു വീൽ നിങ്ങൾ അത് ഏത് രൂപത്തിൽ അവതരിപ്പിച്ചാലും അതിൻ്റെ ഫംഗ്ഷനിലോ അതിൻ്റെ ധർമ്മത്തിലോ അതിൻ്റെ രൂപത്തിലോ ഒരു തരത്തിലും മാറ്റം വരാൻ കഴിയില്ല. സമാനമായിട്ട് തന്നെയാണ് ഉംബർട്ടോ എക്കോ പുസ്തകത്തെയും കാണുന്നത്. വൺസ് ഇൻവെന്റഡ്, നമുക്കൊരിക്കലും അതിൻ്റെ ഏതെങ്കിലും തലത്തിൽ മാറ്റിവെക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇത് പുസ്തകത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് 25 വർഷം മുൻപുണ്ടായിരിക്കുന്ന ഒരു ചർച്ചയാണ് ദ ബുക്ക് ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ ബുക്ക് എന്ന കൃതിയിലാണ് ഈ ഒരു ചർച്ച വരുന്നത്. പക്ഷെ 25 വർഷം കഴിഞ്ഞപ്പോഴും നമുക്ക് പുസ്തകത്തെ കൈയൊഴിയാൻ കഴിഞ്ഞിട്ടില്ല. പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രിന്റ് മീഡിയ നിലനിൽക്കുന്ന ആ രൂപത്തിൽ തന്നെയാണ് പുസ്തകം. ഈ ബുക്കുകൾ, ജേണലുകൾ, സ്പോട്ടിഫൈ പോലെ ഉണ്ടായിരിക്കുന്ന സാങ്കേതിക വിദ്യകൾ, നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ടോക്ക് ബുക്ക് ഒക്കെ ഉണ്ടെങ്കിലും ശരി,
പബ്ലിക്കിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ പുസ്തകം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രൂപം എന്ന് പറയുന്ന പ്രിന്റഡ് ബുക്കാണ്. പക്ഷെ അത് ഇന്ന് വരെ യാതൊരു തരത്തിലും ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു പബ്ലിഷിംഗ് ഇൻഡസ്ട്രി അതിൻ്റെ ഒരു പ്രതിസന്ധിയിൽ അടച്ചതായി നമ്മൾ കാണുന്നില്ല. പകരം സാങ്കേതികവിദ്യയുടെ ഒരു ഗുണഫലമായിട്ട് ചെറുകിട പ്രസാധകർ പോലും ധാരാളമായി വളർന്നു വരുന്നതാണ് ഇന്റർനെറ്റും അതേപോലെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ വളർച്ച കൊണ്ട് പുസ്തക പ്രസാധന മേഖലയിലേക്ക് വന്നത് എന്നുള്ളതാണ്. അതതിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന നിലയിൽ, ഒരു വസ്തു എന്ന നിലയിൽ ഒരു കാഴ്ചയാണെങ്കിൽ, വായന ഒരു ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സമൂഹത്തിൻ്റെ ചിത്രവും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും അത് കുറവുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പുസ്തകത്തിൻ്റെ വായനയെ തന്നെക്കുറിച്ച് സ്വയം നിർവചിക്കുമ്പോഴും ഉണ്ണി ആർ എന്ന പ്രധാനപ്പെട്ട കഥാകൃത്ത് പുസ്തക പുഴു എന്നാണ് തന്നെ നിർവചിക്കുന്നത്. താനൊരു പുസ്തക പുഴു ആണ്. തൻ്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്ന പുസ്തകം വായിക്കുക ആണ് എന്നുള്ളതാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. പുസ്തകങ്ങൾ മനുഷ്യരാണ് എന്നുള്ളതാണ് എൻ പ്രഭാകരൻ മാഷ്, ഏറ്റവും നല്ല ഒരു കഥാകൃത്ത്, നാടകക്കാരനൊക്കെ ആയിരിക്കുന്ന, വലിയ വായനക്കാരിക്കുന്ന എൻ പ്രഭാകരൻ മാഷ് പുസ്തകങ്ങളും മനുഷ്യരാണ് എന്നുള്ളൊരു കൃതി തന്നെ, പുസ്തകവും വായനയെ രേഖപ്പെടുത്തി എഴുതിയ ഒരു ഗ്രന്ഥമാണ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ശരി, എത്രയോ മുൻകാലഘട്ടത്തിൽ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുന്ന പുസ്തകം ഈ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നുള്ളതും കൂടി നമുക്ക് പരിശോധിക്കാം ഈ സന്ദർഭത്തിൽ. ഒന്നാമത്തെ കാര്യം, ഈ അടുത്ത കാലത്ത് ജർമ്മനിയിൽ എഴുതുകയും ലോകത്ത് തന്നെ മില്യൺ കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട ദ മിഡ്നൈറ്റ് ലൈബ്രറി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മാറ്റ് ഹേഗ്. അവിടെ മാറ്റ് ഹേഗ് ദ മിഡ്നൈറ്റ് ലൈബ്രറി എന്നതിൽ പറയുന്നത് പുസ്തകം അല്ലെങ്കിൽ വായന നമുക്ക് മറ്റൊരു തരത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിയാനുള്ള സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. അപരജീവിതം എന്നുള്ളത് നമുക്ക് ജീവിച്ച് കാണാൻ കഴിയുന്നതോ അനുഭവിച്ചറിയാൻ കഴിയുന്നതോ ആയ ഒരു കാര്യമല്ല. പക്ഷെ ഓരോ പുസ്തകവും ഓരോ ജീവിതമാണ് എന്നും ഓരോ പുസ്തകവും ഓരോ ജീവിത പരിസരവുമാണ് നമ്മോട് മുന്നിലെത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വൈവിധ്യമുള്ള ജീവിത പരിസരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു ജീവിതം ഇതല്ല, ഞാൻ ഇപ്പോൾ ജീവിച്ചു പോകുന്ന ഈ ജീവിതമല്ല, മറ്റൊരു ജീവിതമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളതൊരു അവസരമാണ് ഓരോ കൃതിയും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് മാറ്റ് ഹേഗിൻ്റെ ദ മിഡ്നൈറ്റ് ലൈബ്രറിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എനിക്ക് വായിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. ഈ അപരജീവിതങ്ങളെക്കുറിച്ചും അപരജീവിത സാധ്യതകളെക്കുറിച്ചും ഒക്കെ തന്നെ അറിവ് നൽകുന്നത് കൊണ്ടും അനുഭവം നൽകുന്നത് കൊണ്ടും ആയിരിക്കാം പുസ്തകം നമുക്ക് ഇത്രമാത്രം ചേർത്ത് പിടിച്ച് നമ്മൾ ഇത്രമാത്രം ഒന്നിച്ച് നിൽക്കുന്നത്. യുനെസ്കോയുടെ സന്ദേശത്തിൽ തന്നെ ഒരു വാക്യം, ദ പവർ ഓഫ് ബുക്സ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ജനറേഷൻ ആൻഡ് ക്രോസ് കൾച്ചർ എന്നതിലെ വാക്കുകളിൽ ജനറേഷൻ എന്നുള്ളതും ക്രോസ് കൾച്ചർ എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് വാക്കുകളാണ്. കാരണം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുമ്പോഴും അത് പുസ്തകങ്ങളിലൂടെയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് മുൻകാല അനുഭവങ്ങളുടെ ജീവിതവും മുൻകാല അനുഭവങ്ങളുടെ വൈജ്ഞാനികതയും പകരുന്നത് എന്നുള്ളതാണ്. മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണല്ലോ ടി.ഡി. രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഫ്രാൻസിസ് എട്ടിക്കോരയും അതേപോലെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക ഒക്കെ വരുന്നതിന് മുമ്പ് ആദ്യ കൃതിയായി രചിച്ച ആൽഫ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പ്രത്യേകം ഓർക്കേണ്ട ഒരു കൃതിയാണെന്ന് തോന്നുന്നു. കാരണം അതൊരു പരീക്ഷണത്തിൻ്റെ കഥയാണ്. യാതൊരു തരത്തിലുണ്ടായിരിക്കുന്ന നിയന്ത്രണങ്ങളോ യാതൊരു തരത്തിലുണ്ടായിരിക്കുന്ന സാംസ്കാരിക മൂല്യങ്ങളോ അതല്ലെങ്കിൽ നിയമങ്ങളോ പാലിക്കാതെ ഒരു 25 വർഷം ജീവിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഒരു ആളുകൾ 6 പേർ, തിരഞ്ഞെടുത്ത 6 പേർ തയ്യാറാവുന്നു. ഒരു ദ്വീപിലേക്ക് അവർ യാത്രയാവുന്നു, അവിടെ ജീവിക്കുന്നു. പക്ഷേ 25 വർഷത്തിന് ശേഷം മനുഷ്യർക്ക് മനുഷ്യരായി തീരേണ്ട എല്ലാ ഘടകങ്ങളും അസ്തമിച്ചു പോയി മൃഗസമാനമായി തീർന്ന കുറേ പേർ, പ്രത്യേകിച്ച് അവരുടെ തലമുറകൾ ആയതിൻ്റെ ഒരു ചിത്രമായിട്ടാണ് ആ പ്രോജക്റ്റിൻ്റെ അവസാനമായിട്ട് കാണുന്നതായിട്ട് നോവൽ വിശദീകരിക്കുന്നത്. അപ്പം അവിടെ എഴുത്തുകാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആർജിത വിജ്ഞാനം, മുൻകാല അനുഭവങ്ങൾ, ചരിത്രപരമായി ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ, ഇത് തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയും ബോധപൂർവം സംസ്കാരത്തിലേക്ക് സൂക്ഷിക്കേണ്ട ചില സൂക്ഷിപ്പുകളെ കുറിച്ചുണ്ടായിരിക്കുന്ന പാഠങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും അപകടകരമായ ഒരു ജീവിയായി മനുഷ്യൻ മാറുന്നതാണ് ആൽഫ എന്ന നോവലിലൂടെ അദ്ദേഹം മുന്നോട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട കാരണം പുസ്തകങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതുപോലെ വായനയുടെ ഒരു കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പുതിയ തലമുറ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ തലമുറ വായിക്കുന്ന പോലെ തന്നെ പുതിയ തലമുറയും വായിക്കുന്നു. പുതിയ തലമുറയ്ക്ക് മാത്രമായിട്ട് വായന കുറഞ്ഞു പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ
ഒന്നാമത് വായനയെ നമ്മൾ കാണേണ്ടത് ജനസംഖ്യയുടെ അത്ര തന്നെ പേർ എടുത്തു വെച്ചിട്ട് അതിനോട് താരതമ്യപ്പെടുത്തി വായനയെ കാണുക എന്ന് പറയുമ്പോൾ ഒരു കാലത്തും ആ രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വായന ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും താല്പര്യമുണ്ടായിരിക്കുന്ന ഒരു ചെറു വിഭാഗത്തിന്റെ മാത്രം കൈകളിലുള്ള ഒരു കാര്യമാണ്. അതിനൊരു കാര്യം, ഭാഷയുടെ ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും സൗന്ദര്യാത്മകമായ ഒരു പ്രയോഗമാണ് നമ്മൾ സാഹിത്യത്തിൽ കാണുന്നത്. അത്തരമൊരു ലിറ്റററി സെൻസിബിലിറ്റി ഡെവലപ്പ് ചെയ്യാത്ത, അതല്ലെങ്കിൽ അത്തരമൊരു ലിറ്റററി സെൻസിബിലിറ്റിയിലേക്ക് എത്തിപ്പെടാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷ അറിഞ്ഞാലും ശരി ആ ഭാഷയിലെ സാഹിത്യകൃതികളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതിൻ്റെതായ ജെന്യൂനായ ഒരു താല്പര്യം, അത് കേവലം അക്കാദമിക് യോഗ്യത കൊണ്ട് മാത്രം എടുക്കാൻ കഴിയുന്നതോ അതല്ലെങ്കിൽ മറ്റൊരാൾ ഉപദേശിച്ചു കൊണ്ട് മാത്രം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വായനയോട് ഒരു താല്പര്യം ഉണ്ടായിരിക്കുകയും നിരന്തരം വായനയിൽ ഏർപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ആ സൗന്ദര്യശാസ്ത്രത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനും ഭാഷ തന്നെ ഒരു വലിയൊരു അനുഭവമാക്കി മാറാനുണ്ടാവുന്ന ഒരു കഴിവ് നമുക്ക് നേടാൻ കഴിയും. അപ്പം ആ രീതിയിലേക്ക് വളരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. ഇക്കാര്യത്തിൽ മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച നിരൂപനും കവിതയെക്കുറിച്ച് ധാരാളം എഴുതിയിരിക്കുന്ന കൽപ്പറ്റ നാരായണൻ മാഷ് ഒരിക്കൽ ഒരു തമാശ രൂപേണ പറഞ്ഞത്, ബാറ്റയുടെ ചെരുപ്പ് വാങ്ങുന്ന പോലെ ഉണ്ടായിരിക്കുന്ന ഒരു സന്ദർഭം എത്തെയാണ് താരതമ്യം ചെയ്യപ്പെടുന്നത്. 299 രൂപ 95 പൈസ ചെരുപ്പിനിടുന്നു, 300 രൂപ നമ്മൾ കൊടുക്കുന്നു, 5 പൈസ ആരും തരുന്നില്ല, 5 പൈസ ആരും ചോദിക്കുന്നില്ല. കാരണം അത് പരിഗണിക്കപ്പെടേണ്ട ഒരു സംഖ്യയില്ല എന്നുള്ളതാണ്. മലയാളിയുടെ വായനക്കാരുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ 3.5 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോഴും ചെറിയൊരു ശതമാനമേ വായിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ആ ജനസംഖ്യയുമായിട്ടുണ്ടായിരിക്കുന്ന താരതമ്യത്തിലല്ല അതിൻ്റെ മൂല്യം ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു ഘടകമുണ്ട്. തീർത്തും വായിച്ചിട്ടില്ലെങ്കിലും ഒരു എഴുത്തുകാരനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അദ്ദേഹം എല്ലാവരും ആദരിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ്. ഒരു അവാർഡ് കിട്ടിയ കൃതി വായിച്ചവർ വളരെ തുച്ഛവും, എന്നാൽ അദ്ദേഹത്തെ ആദരിക്കുന്ന കാര്യത്തിലോ ആ കൃതിയുടെ മൂല്യത്തെക്കുറിച്ചോ ആർക്കും ഒരു സംശയമോ ഒരു പരാതിയോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. വായിക്കാൻ കഴിയാത്തത് തങ്ങളുടെ ഒരു പോരായ്മ എന്നല്ലാതെ സാഹിത്യത്തിൻ്റെയോ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ ഒരു പോരായ്മയായിട്ട് നമ്മുടെ സമൂഹം കാണുന്നില്ല. അപ്പോൾ ആ ഒരു താല്പര്യത്തിലേക്ക് ഓരോ തലമുറകൾ കടന്നു വരുമെന്ന് പറയുന്ന പോലെ പഴയകാലത്ത് ഒരു ചെറിയ വിഭാഗം വായിച്ചിട്ടുണ്ട്, പുതിയ കാലത്തും ചെറിയൊരു വിഭാഗം വായിക്കുന്നുണ്ട്. അത് നിരന്തരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാലും ഇടക്കാലത്ത് ഉണ്ടായിരിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാലും പുസ്തക വിൽപ്പനയിൽ കാര്യമായ വർധനവ് നമുക്ക് കാണാൻ കഴിയും. പഴയകാലത്ത് 50,000 കോപ്പി അതല്ലെങ്കിൽ 25,000 കോപ്പി എന്നൊക്കെ ആയിത്തീരുക എന്ന് പറയുന്നത് വളരെ സമയമെടുക്കുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഇന്ന് വേഗതയിലാണ് പുസ്തകങ്ങളുടെ വിൽപ്പന. അടുത്ത കാലത്ത് എഴുതിയ രാജശ്രീയുടെ ദാക്ഷായണി എന്നും കല്യാണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന പുസ്തകം, അല്ലെങ്കിൽ അതിനുശേഷം അവർ രചിച്ച തന്നെ യാത്രകൾ എന്ന നോവൽ, ജ്ഞാനഭാരം പോലെ ഇ സന്തോഷ് കുമാർ എഴുതിയ കൃതികൾ, സുഭാഷ് ചന്ദ്രൻ്റെ സമുദ്രശില, കെ.ആർ. മീരയുടെ കൃതികൾ, ബെന്യാമിൻ്റെ ആടുജീവിതമാണെങ്കിൽ വലിയൊരു വിൽപ്പനയുടെ റെക്കോർഡ് തന്നെ 6 ലക്ഷത്തിലധികം കോപ്പികൾ എത്തി നിൽക്കുന്ന ഒരു വിൽപ്പന ചരിത്രമാണ് നമുക്കുള്ളത്. ധാരാളം കൃതികൾ ഈ പറയുന്ന പോലെ പഴയ കാലത്തേക്കാൾ കൂടുതൽ ആ വിൽപ്പനയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം പുസ്തകങ്ങളെ ലൈബ്രറികളെ മാത്രം ആശ്രയിച്ച് വായിക്കുക എന്നതിനേക്കാൾ കൂടുതൽ വ്യക്തിപരമായി പുസ്തകങ്ങൾ വാങ്ങുന്നു. പലതരത്തിലുണ്ടായിരിക്കുന്ന വാങ്ങൽ ശേഷി വർദ്ധിച്ചതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ സമാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ പുസ്തകങ്ങൾ വാങ്ങാനും വാങ്ങി സൂക്ഷിച്ച് വായിക്കുന്നതിന് പണം ചെലവഴിക്കുന്നതിനുള്ള ഒരു മടി കുറഞ്ഞു കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പേര് പുസ്തകത്തിൻ്റെ വായന സ്വന്തമാക്കി വായിക്കുന്നത് നമുക്ക് ധാരാളം കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ പുസ്തകങ്ങൾ ലൈബ്രറികളിലോ അല്ലെങ്കിൽ അക്കാദമിക രംഗങ്ങളിലോ മാത്രമല്ലാതെ വീടകങ്ങളിൽ പുസ്തകങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുതിയ പ്രവണത. ഏതെങ്കിലും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെട്ട ആളുകളുടെ വീടുകളിൽ, ലൈബ്രറികളല്ല, സ്വന്തം വീടുകളിൽ പുസ്തകങ്ങൾ ചർച്ചയ്ക്ക് ചെയ്യുന്നു. സുഹൃത്തുക്കളായിരിക്കുന്ന ആൾ അവിടെ കൂടിച്ചേരുന്നു, ചർച്ചകളിൽ പങ്കെടുക്കുന്നു. ഇത് ഫേസ്ബുക്കിലോ അതേപോലെ നമുക്ക് മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ധാരാളം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും ഇത് ആശാവഹമായ ഒരു കാര്യമാണ്. കാരണം മറ്റ് തരത്തിലുണ്ടായിരിക്കുന്ന കൂടിച്ചേരലുകൾക്ക് പകരം പുസ്തകത്തിന് വേണ്ടി വീടകങ്ങൾ അതല്ലെങ്കിൽ വീട്ടുമുറ്റങ്ങൾ ഒരു വേദിയാവുന്നു എന്ന് പറയുന്നു. ലൈബ്രറിയിൽ വിട്ട് വീടിൻ്റെ പരിസരത്തിലേക്ക് തന്നെ പുസ്തകം ഇറങ്ങി വരുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ പുസ്തക ദിനത്തിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും അവസരമില്ല. അപ്പം പുസ്തകത്തിൻ്റെയും വായനയുടെയും അതേപോലെ ലൈബ്രറി അനുഭവങ്ങളുടെയൊക്കെ തന്നെ ഒരു ചെറിയ ചിത്രമാണ് ഞാനിവിടെ സംസാരിച്ചത്.
വായനയിലേക്ക് പുതിയ തലമുറകളെ ആകർഷിപ്പിക്കാൻ ഇത്തരം ദിനങ്ങൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ലോക പുസ്തക ദിനം ഏപ്രിൽ 23 നമുക്കും റേഡിയോ സിയുവിനോടൊപ്പം ഒത്തുചേരാൻ ആശംസകൾ. വായനക്കൂട്ടം പരിപാടിയിൽ ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഷാജി വലിയാട്ടിൽ സംസാരിച്ചതാണ് ശ്രോതാക്കൾ കേട്ടത്. വായനക്കൂട്ടം